ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് അടുത്ത സ്റ്റിച്ചാണ് കേട്ടോ പഠിക്കുന്നത്. ചെയിൻ സ്റ്റിച്ച് എന്നാണ് പേര്. അപ്പം ഞാൻ ദാ ഇവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ലൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എപ്പോൾ പഠിച്ചാലും നിങ്ങൾ എല്ലാത്തിൻ്റെയും പേര് എഴുതിയിട്ട് വേണം പഠിക്കാനായിട്ട്. ഒരു മെറ്റീരിയലിലേക്ക് നമ്മളിങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ആക്കുവാണല്ലോ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എഴുതി വെച്ചിട്ട് വേണം പഠിക്കാൻ. ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് നിങ്ങളിത് കാണുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഏത് സ്റ്റിച്ചാണെന്ന് മറന്നു പോകും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മളിങ്ങനെ എഴുതിയിട്ട് പഠിക്കുന്നത് കേട്ടോ. അപ്പം നോക്ക്, ഞാനൊരു ഭാഗത്തു നിന്ന് ത്രെഡ് എടുത്തിട്ടുണ്ട്. ത്രെഡ് എടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു നോട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ നോട്ടിൻ്റെ അകത്തൂടെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. കണ്ടോ, ഞാനതിൻ്റെ അകത്തൂടെ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ അകത്തുനിന്ന് എടുക്കുക. കണ്ടോ, പുറത്തുനിന്ന് എടുക്കരുത്. ആ ഒരു ത്രെഡിൻ്റെ അകത്തുനിന്ന് വേണം എടുക്കാനായിട്ട്. ആ ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു നോട്ട് കിട്ടും. അപ്പോൾ അത് ഒരു ചെയിനായി. നമുക്ക് അതിനോട് ചേർന്ന് വേണം അടുത്ത ചെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്ത ചെയിൻ സ്റ്റിച്ചിൻ്റെ അകത്തോട്ട് തന്നെ നീഡിൽ കുത്തുക. ആ ചെയിൻ്റെ അകത്ത് തന്നെ നീഡിൽ കുത്തി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചെയിൻ കിട്ടും. കണ്ടോ, ആദ്യം കിട്ടിയ പോലെ നോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്ത് പോവുക, കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് അടുത്ത നോട്ട് നമുക്ക് കിട്ടി, അടുത്ത ചെയിൻ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ചെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ചെയിൻ്റെ അകത്തൂടെ തന്നെ നമ്മൾ നീഡിലും ത്രെഡും കൂടെ താഴേക്ക് ഇടുക. എന്നിട്ട് നോട്ട് കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ആ ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് വീണ്ടും ത്രെഡ് എടുക്കുക. വീണ്ടും അതിൻ്റെ അകത്തേക്ക് നീഡിലിറക്കുക. അപ്പോൾ ഈ രീതിയിൽ ആണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തു പോകുന്നത്. അപ്പോൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ യൂസിങ് എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് നമുക്കിപ്പോൾ കുറച്ച് ബ്രാഞ്ചസൊക്കെ നമുക്കിപ്പോൾ ഒരു നെക്ക് ഡിസൈൻ നമ്മൾ വരയ്ക്കുക. അപ്പോൾ നമുക്ക് നെക്ക് ഡിസൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഷോൾഡർ ഡിസൈൻ നമ്മൾ ചെയ്യുക. അപ്പോൾ അതിന് കുറച്ച് സ്റ്റെംസും കാര്യങ്ങളും ഒക്കെ വരച്ച് കുറച്ച് ലീഫും ഫ്ലവേഴ്സൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് കരുതിക്കോ. അപ്പോൾ നമുക്ക് ആ സ്റ്റെംസിൻ്റെ ഭാഗത്തല്ല, അത് ബ്രാഞ്ചസിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ഇതേപോലെ ചെയിൻ സ്റ്റിച്ച് ഒരു 1 സ്ട്രാൻഡ്സ് അല്ലെങ്കിൽ 2 സ്ട്രാൻഡ്സിലൊക്കെ നമുക്ക് ത്രെഡ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ ആദ്യത്തെ വീഡിയോക്കകത്ത് കാണിച്ചു തന്നിട്ടുണ്ട്, സ്ട്രാൻഡ് സ്പേസിലെടുക്കുന്ന കാണിച്ചൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ 1 or 2 ത്രെഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് തന്നെ നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ആരി നീഡിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സരി ത്രെഡൊക്കെ യൂസ് ചെയ്ത് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. മെയിനായിട്ടും ബോർഡറിനൊക്കെ നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ്. അപ്പം നോർമൽ നീഡിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരി വർക്കൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആക്കുക. അപ്പോൾ 1-2 പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആക്കുക കേട്ടോ. പിന്നെ അതേപോലെ കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ വരച്ച് കൊടുത്ത് നോക്കണം. ചെറിയ കുറച്ച് സ്റ്റെംസ്, ഒരു സ്റ്റെം വരച്ചിട്ട് അതിൽ നിന്ന് ഒരു സ്റ്റെമ്മ്, അതിൽ നിന്നൊരു സ്റ്റെമ്മ്, അങ്ങനെ കുറച്ച് സ്റ്റെംസ് ബ്രാഞ്ചസ് പോലെ നിങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് ഈ ചെയിൻ സ്റ്റിച്ച് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്കത് കയ്യിൽ നന്നായിട്ട് വഴങ്ങി കിട്ടും. ബിഗിനേഴ്സിന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയായിട്ടോ അങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനെയൊക്കെ ഞാൻ ആ രീതിയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾ ഈ ലൈൻസ് ഇതേപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം, ഇതിൻ്റെ ബാക്കിൽ എങ്ങനെയാണ് കെട്ടിടുന്നതെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത ക്ലാസ് കഴിയുമ്പോഴത്തേക്കിന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടുത്ത ക്ലാസ് ഇപ്പം നാളെ ഉണ്ടാവും ക്ലാസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ലോക്കിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ആക്കുക, എപ്പോഴും ചെയ്ത് കൊടുത്ത് നോക്കുക. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ, അത് പഠിക്കാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്